We have heard about GDP in news and also in a lot of other places. Actually, what is it and why is it important? See, GDP stands for Gross Domestic Product. അതായത് it is the monetary value of all final goods and services produced within a country over a period of year. അതായത് ഫൈനൽ ഗുഡ്സ് സർവീസസ് ഒരു രാജ്യത്ത് ഒരു കൊല്ലം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിൻ്റെ ഫൈനൽ വാല്യൂവിനെയാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു പ്രൊഫഷനെ പറ്റിയിട്ട് പ്രോപ്പറായി പഠിക്കുകയാണെങ്കിലോ കരിയറിനെ പറ്റിയിട്ടോ ബിസിനസ്സിനെ പറ്റിയിട്ടോ പഠിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇഫ് അറ്റ് ഓൾ വി ആർ സംഹൗ റിലേറ്റഡ് വിത്ത് മണി, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് GDP ഈസ് വെരി ക്ലിയർലി. സോ വൺ മോർ തിങ്, ന്യൂസുകൾ അതല്ലെങ്കിൽ മറ്റ് പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കാൻ GDP പറ്റി നമ്മൾ പ്രോപ്പറായിട്ട് അറിയേണ്ടത്. ഞാൻ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. ഇന്ത്യ ഈസ് ദി 5th largest country in terms of GDP. Okay? And we have heard this news people telling you India is the 5th largest economy എന്നുള്ളത്. India is obviously growing, but India is not the 5th largest economy. I'll tell you how and I'll tell you why. By the end of the session, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് I'll make sure. Okay? So, what is GDP? See, GDP, as I said, it is the monetary value of all final goods and services produced within a country over a period of a year. ഓക്കെ, ഇത് വളരെ വ്യക്തമായി മനസ്സിലാവാനായിട്ട് GDPക്ക് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല വെച്ചിട്ട് എന്തൊക്കെയാണ് GDP ഉള്ളതെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. എന്നിട്ട് GDP വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഫസ്റ്റ് തിങ് ഇസ് GDPയുടെ ഫോർമുല ഇസ് GDP is equal to consumption plus investment plus government spending plus net export. ഓക്കെ, സിമ്പിൾ. കൺസംഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൺസ്യൂമർ സ്പെൻഡിങ്. ഞാൻ പോയി ഒരു 10 രൂപയ്ക്ക് ചായ കുടിക്കുന്നു, അത് GDPയിൽ ആഡ് ആവുന്നുണ്ട്. ഞാൻ പോയി മുടി വെട്ടുന്നു, 100 രൂപ കൊടുക്കുന്നു, ആ 100 രൂപ GDPയിൽ ആഡ് ആവുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ഫൈനൽ കൺസംഷൻ ആക്ടിവിറ്റീസ് GDPയിൽ ആഡ് ആവുന്നുണ്ട്. നമ്പർ 1. രണ്ടാമത് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്? ബിസിനസ്സുകൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാനൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ലാൻഡ് വാങ്ങുന്നു, അത് GDPയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഞാനൊരു മെഷീനറി വാങ്ങുന്നു, അത് GDPയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ മറ്റ് എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളോ വാങ്ങുന്നു, അതൊക്കെ GDPയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. നമ്പർ 3 ഇസ് ഗവൺമെൻറ് സ്പെൻഡിങ്. അതായത് ലോക്കൽ ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റുകൾ റോഡിന് വേണ്ടിയിട്ടും ഡിഫൻസിന് വേണ്ടിയിട്ടും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്യുന്നതും GDPയിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ദെൻ കംസ് ദി നെറ്റ് എക്സ്പോർട്ട്. എന്താണ് നെറ്റ് എക്സ്പോർട്ട്? എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്നുള്ളതാണ് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഇഫ് എ കൺട്രി ഇസ് എക്സ്പോർട്ടിംഗ് 1000 crore worth products ആൻഡ് ഇമ്പോർട്ടിംഗ് 2000 crore worth product, അപ്പോൾ -1000 എന്നുള്ളതാണ് നെറ്റ് എക്സ്പോർട്ട് ഉണ്ടാവുക. ഇതേപോലെ 1000 കോടി 1000 crores എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം ലെറ്റ് സേ 200 crores മാത്രമാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ +800 ആണ് നെറ്റ് എക്സ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളതും എന്താകും? GDPയിലേക്ക് ആഡ് ആവും. സോ യു അണ്ടർസ്റ്റാൻഡ് GDP എന്ന് പറയുന്ന ആക്ച്വൽ സാധനത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതെല്ലാം ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ രൂപത്തിൽ പറഞ്ഞുതരാം. പ്രീവിയസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അൺലിമിറ്റഡ് മണി എന്തുകൊണ്ട് RBI പ്രിൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളായിരുന്നു. അത് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സിമിലർ എക്സാമ്പിൾ ഇവിടെ ഉപയോഗിക്കാം. സിമ്പിൾ. ലേറ്റസ്റ്റ് ഒരു രാജ്യം ഉണ്ടെന്ന് വിചാരിക്കുക. ആ രാജ്യത്തിൽ ഒരൊറ്റ ഫാർമറേ ഉള്ളൂ. ആ ഫാർമർ 10 കിലോ അരിയാണ് ഒരു കൊല്ലം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലാതെ മറ്റൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആ രാജ്യം അങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, സോ ദി ഓൺലി പ്രോഡക്റ്റ് ഓർ റിസോഴ്സ് ദിസ് പെർട്ടിക്കുലർ കൺട്രി ഈസ് ഹാവിംഗ് ഇസ് 10 കിലോ ഓഫ് റൈസ്. ഒരൊറ്റ ഫാർമറും. ഈ 10 കിലോ റൈസിൽ ഒരു റൈസ് അല്ലെങ്കിൽ 1 കിലോ റൈസ് വിൽക്കപ്പെടുന്നത് 10 രൂപയ്ക്കാണെന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് 10 × 10 100 റുപ്പീസാണ് ആ രാജ്യത്തിൻ്റെ മൊത്തമായുള്ള GDP എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി ബേസിക് GDP. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ GDPയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പം വി സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ദി മോണിറ്ററി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫൈനൽ എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്? ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം. 10 കിലോ അരിയാണ് മൊത്തമായിട്ട് ആ രാജ്യത്തുള്ളത്. ആ 10 കിലോ അരിയും ഇപ്പോഴത്തെ കണ്ടീഷൻ പ്രകാരം അവിടെയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കാനായി വാങ്ങുകയാണ്. അതുകൊണ്ടാണ് 100 രൂപ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ GDP മാറിയിട്ടുള്ളത്. ലെറ്റസ് സേ അവിടേക്ക് ഒരു ഫ്ലോർ മില്ലുകാരൻ വരികയാണ്. ഓക്കെ, ഒരു അരി പൊടിപ്പിച്ച് പാക്ക് ചെയ്ത് വെക്കുന്ന ഒരാൾ വന്നിട്ട് അയാൾ അവിടെ ആ രാജ്യത്തുണ്ടെന്ന് വിചാരിക്കുക. അയാൾ ഈ 10 കിലോ, ആകെ 10 കിലോ അരിയാണുള്ളത്. അതിൽ 1 കിലോ അരി ആരാണ് വാങ്ങുന്നത്? ഈ ഫ്ലോർ മില്ലുകാരനാണ് വാങ്ങുന്നത്. എന്നിട്ട് അയാൾ അത് അരി പൊടിച്ച് വൃത്തിയാക്കി ഒരു പാക്കറ്റിലാക്കി വിൽക്കുന്നു. അയാൾ ആ പാക്കറ്റിലുള്ള അരിപ്പൊടി, 1 കിലോയുടെ അരിപ്പൊടി വിൽക്കുന്നത് 50 രൂപയ്ക്കാണെന്ന് വിചാരിക്കുക, 50 റുപ്പീസിനാണെന്ന് വിചാരിക്കുക. നൗ എന്തായിരിക്കും രാജ്യത്തിൻ്റെ GDP? ഫൈനൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മളുടെ നേരത്തെയുള്ള 10 കിലോ അരിയിലെ 1 കിലോ അരി ഫൈനൽ പ്രൊഡക്റ്റ് ആക്കാനല്ലല്ലോ വാങ്ങിയിട്ടുള്ളത്. അത് ഒരു അരിപ്പൊടിക്കാരൻ വാങ്ങുകയും അത് പൊടിച്ച് അരിപ്പൊടിയാക്കി വിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വിറ്റിട്ടുള്ള അരി എന്ന് പറയുന്നത് 9 കിലോ മാത്രമാണ്. സോ 9 × 10 വിച്ച് ഈസ് 90 റുപ്പീസ് ഫാർമറിൻ്റെ സൈഡിൽ നിന്നും GDPയിലേക്ക് ആഡ് ആവും. ഇവിടെ ഫ്ലോർ മില്ലുകാരൻ പാക്ക് ചെയ്തിട്ടുള്ള 50 രൂപയുടെ ഫ്ലോറിൻ്റെ പാക്കറ്റും ഇതിലേക്ക് ആഡ് ആവും. നെറ്റ് 140 റുപ്പീസ് ആയിരിക്കും ആ രാജ്യത്തിൻ്റെ GDP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി സംസാരിച്ചു. ഈ ഫ്ലോർ മില്ലുകാരൻ ഇത്രയും കാലം മാനുവലി അരി പൊടിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ ഇത്തവണ അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 1000 രൂപ കൊടുത്തിട്ട് വലിയൊരു മെഷീനറി വാങ്ങണം, വലിയൊരു മെഷീനറി. ഓക്കെ,
അങ്ങനെയാകുമ്പോൾ ജി ഡി പി എത്രയായി? കാരണം ജി ഡി പിയിൽ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആഡ് ആവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ 140 പ്ലസ് 1140, റൈറ്റ്? ഇനി ഇതേപോലെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഫ്ലോർ മില്ലുകാരൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫ്ലോർ വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഫ്ലോറിൻ്റെ പാക്കറ്റ് ഡെലിവറി ചെയ്ത് കൊടുക്കാനായി ഒരു ഡെലിവറി ബോയിനെ വെച്ചിട്ടുണ്ട്. അയാൾ ആ ഫ്ലോർ മില്ലിൻ്റെ പാക്കറ്റ് ഒരാൾ വാങ്ങിയപ്പോൾ 10 രൂപ ഡെലിവറി കോസ്റ്റ് കൂടി കൊടുത്തു. അപ്പോൾ എത്രയാണ് ജി ഡി പി? 1150 റുപ്പീസ്. അതായത് ഡെലിവറി ബോയുടെ 10 റുപ്പീസ് കൂട്ടി, ഫ്ലോർ മില്ലുകാരൻ്റെ മെക്കാനിക്കൽ മെഷീനറി വാങ്ങിയ പൈസ കൂട്ടി, നമ്മളുടെ ഫ്ലോറിൻ്റെ 50 രൂപ കൂട്ടി, 9 കിലോ റൈസിൻ്റെ ഇത് കൂട്ടി, എല്ലാം കൂടി 1150 ഈസ് ദി ആക്ച്വൽ ജി ഡി പി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കൺട്രി എന്നുള്ളതാണ്. സോ ഒരു രാജ്യത്തിൻ്റെ ജി ഡി പി എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഐഡിയൽ കണ്ടീഷനിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. സോ ജി ഡി പി ഇസ് ദി മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് വിത്തിൻ എ കൺട്രി ഓവർ എ പീരിയഡ് ഓഫ് എൻ ഇയർ. ഓക്കെ, യു ഗെറ്റ് ദാറ്റ്. Okay, one doubt. If an Indian goes abroad and he works there and earn money there, where is it added as GDP, here or in the country he works for? See, ഇന്ത്യയിൽ നിന്ന് ഒരാൾ മറ്റൊരു രാജ്യത്ത് പോവുകയും അവിടെ ജോലി ചെയ്യുകയും അവിടെ പേയ്മെൻറ്റ് കിട്ടുകയും അവിടെ ചിലവാക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നത് ആ രാജ്യത്തിലെ ജി ഡി പിയിലായിരിക്കും. അതുപോലെ മറ്റു രാജ്യത്തെ ആളുകൾ ഇന്ത്യയിലേക്ക് വന്നിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാളുടെ കോൺട്രിബ്യൂഷൻ ആഡ് ചെയ്യുന്നുണ്ടാവും ഈ രാജ്യത്തിലായിരിക്കും. കാരണം ജി ഡി പിയിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ് ഇസ് ദി മോണിറ്ററി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദ ജിയോഗ്രഫിക്കൽ ബോർഡർ ഓഫ് എ കൺട്രി. ഓക്കെ, വിത്തിൻ എ കൺട്രി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ബോർഡറിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഫൈനലായിട്ടുള്ള ഗുഡ് സർവീസ് ട്രാൻസാക്ഷൻസിൻ്റെ മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നതാണ് ജി ഡി പി എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലെ മറ്റൊരു രാജ്യത്ത് പോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കോൺട്രിബ്യൂഷൻ തീർച്ചയായും മറ്റൊരു രാജ്യത്തിൻ്റെ ജി ഡി പിയിലേക്കാണ് ആഡ് ആവുന്നുണ്ടാവുക. Oh, so GDP of a country increases, it means the nation is growing, right? ജി ഡി പി വളരുകയാണെങ്കിൽ രാജ്യം വളർന്നു എന്ന് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ദർ ആർ എക്സെപ്ഷണൽ കേസ്. ഐ ഗിവ് യു എൻ വെരി ഈസി എക്സാമ്പിൾ. നമ്മുടെ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുത്തിട്ട് ഒരു ഈസി എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഫാമർ, ഓക്കെ, അയാൾക്ക് ആകെയുള്ളത് 10 കിലോ അരിയാണ്. ഈ 10 കിലോ അരി, 1 കിലോ അരി വിൽക്കുന്നത് 10 രൂപയ്ക്കാണ്. ആ രാജ്യത്തിൻ്റെ മൊത്തം ജി ഡി പി 100 രൂപയാണ്, റൈറ്റ്? ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നെക്സ്റ്റ് ഇയർ ഇൻഫ്ലേഷൻ അങ്ങ് കുതിച്ച് കയറി. 1 കിലോ അരിയുടെ വില 10 രൂപയിൽ നിന്ന് 20 രൂപയായി. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ആ അരിക്കച്ചവടക്കാരൻ ആ കൊല്ലം ഉണ്ടാക്കിയത്, പുതിയ കൊല്ലമാണ്, ആ കൊല്ലം ഉണ്ടാക്കിയത് 10 കിലോ അരി മാത്രമാണ്. ആ 10 കിലോ അരി 20 രൂപയ്ക്കാണ് വിറ്റത്. അങ്ങനെ ആകുമ്പോൾ ആ രാജ്യത്തിൻ്റെ ആ കൊല്ലത്തെ ജി ഡി പി എന്ന് പറയുന്നത് 200 രൂപയാണ്. അപ്പോൾ പ്രീവിയസ് ഇയറിനെ അപേക്ഷിച്ച് ഈ ഇയറിൽ ജി ഡി പി 100-ൽ നിന്നും 200 രൂപയിലേക്ക് ഉയർന്നു. പക്ഷേ രാജ്യത്തിൻ്റെ റിസോഴ്സസ് വളർന്നോ? രാജ്യത്തിൻ്റെ എന്തെങ്കിലും പ്രൊഡക്ഷൻസ് വളർന്നോ? ഇല്ല. ദ റിസോഴ്സസ് ആർ സെയിം, ദ തിങ്സ് ആർ സെയിം, ജസ്റ്റ് ദിസ് കൺട്രി ഹാസ് പ്രൊഡ്യൂസ് 10 kg ഓഫ് റൈസ്. പക്ഷേ ജി ഡി പി കൂടി, കാരണം ഇൻഫ്ലേഷൻ എന്നുള്ളൊരു ഫിനോമിനൻ ഉണ്ടായതുകൊണ്ട്. സോ സിമിലർ ഫിനോമിനൻസ് ജി ഡി പിയെ വളർത്തുകയും ജി ഡി പിയെ കൂട്ടുകയും അതൊരു മിസ് ഇൻഫോർമേഷൻ തരികയും അത് പ്രോപ്പറായി നമുക്ക് രാജ്യത്തിൻ്റെ വളർച്ചയെ പോലും മെഷർ ചെയ്യാൻ പറ്റാത്തൊരു മെട്രിക്സ് ആക്കി മാറ്റുകയും ചെയ്തപ്പോൾ എക്കണോമിസ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മാറ്ററാണ്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണ് റിയൽ ജി ഡി പി, അല്ലെങ്കിൽ ജി ഡി പി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, അവർ ഏതെങ്കിലും ഒരു കൊല്ലത്തെ ഒരു കോൺസ്റ്റൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ ബേസ് ഇയർ ആക്കി മാറ്റും. ആ രാജ്യത്ത് ആ ഒരു ഇയറിൽ ഉണ്ടായിരുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് വെച്ചിട്ടായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കൊല്ലങ്ങളും അവർ ആഡ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. 2022 1 കിലോ അരിയുടെ വില 10 രൂപയായിട്ട് ഇയാൾ വിറ്റതും ഇയാളുടെ രാജ്യത്തിൻ്റെ ജി ഡി പി 100 രൂപയായതെന്ന് വിചാരിക്കുക. 2023 ഇൻഫ്ലേഷൻ വരികയും ജി ഡി പി 200 രൂപയായി, കാരണം 1 കിലോ അരിയുടെ വില 20 രൂപയായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 2022 ബേസ് ഇയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ റിയൽ ജി ഡി പി, അല്ലെങ്കിൽ ജി ഡി പി അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസ് എന്ന് പറയുന്നത് എന്താണ്? 2022 ബേസ് ഇയർ ആക്കി വെച്ചുകൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2023 ജി ഡി പി 200 ആകില്ല, 100 തന്നെയായിരിക്കും. കാരണം അരിയുടെ വില പ്രീവിയസ് ഇയറിൻ്റെ ബേസ് ഇയർ വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് 10 രൂപ, 10 കിലോ അരിയാണ് ഉണ്ടാക്കിയതെങ്കിൽ 10 × 10 100 രൂപ തന്നെയാണ് ആ രാജ്യത്തിൻ്റെ ജി ഡി പി. thereby you understand if the country has actually grown or what. ഓക്കെ, ഇനി നോമിനൽ ജി ഡി പി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് കറണ്ട് പ്രൈസ് വെച്ചിട്ട് ജി ഡി പി അളക്കുന്നതാണ് നോമിനൽ ജി ഡി പി. അപ്പോൾ ഇവിടെ എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നോമിനൽ ജി ഡി പി 200 രൂപയും കോൺസ്റ്റന്റ് ജി ഡി പി അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസ് അല്ലെങ്കിൽ റിയൽ ജി ഡി പി എന്ന് പറയുന്നത് 100 രൂപയും ആയിരിക്കും. നോമിനൽ ജി ഡി പി എന്താണ്, അതുപോലെ റിയൽ ജി ഡി പി എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, So you said earlier the GDP of India is 5th and that doesn't show value. Actually, why is that so? India is the 5th largest country in terms of GDP, with no doubt. കാരണം ഇന്ത്യയുടെ current GDP is 3.18 lakh crore US dollar. അപ്പം that is obviously standing in the 5th position when you look at the overall world GDP. അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ 5ാം സ്ഥാനത്താണ് in terms of GDP. പക്ഷേ we have heard this thing, India is the 5th largest economical power. That might not be right. Yes, India is growing, emerging country, and from a poor country, India is growing to a middle class country. It's a great initiative. It is an emerging country.
പക്ഷേ ഇന്ത്യ ഈസ് നോട്ട് ദി ലാർജസ്റ്റ് ഓർ ഫിഫ്ത്ത് ലാർജസ്റ്റ് ഇക്കോണമിക്കൽ പവർ. ദ റീസൺ ഇസ് വി ഹാവ് ടു ടേക്ക് ഇൻ അക്കൗണ്ട് ഓഫ് പോപ്പുലേഷൻ. കാരണം നമ്മൾ നേരത്തെ ജി ഡി പിയുടെ വളരെ പ്രോപ്പറായി പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഞാൻ വാങ്ങുന്ന ഒരു ഗ്ലാസ് ചായയുടെയോ അല്ലെങ്കിൽ ഞാൻ ചിലവാക്കുന്ന ചെറിയ കാര്യങ്ങൾ ഒരു ജി ഡി പിയിൽ ആഡ് ചെയ്യുമെങ്കിൽ കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യത്ത് കൂടുതൽ ജി ഡി പി വരികയും ചെറിയ പോപ്പുലേഷനുള്ള രാജ്യത്ത് ചെറിയ ജി ഡി പി വരികയും അത് പ്രോപ്പർ എക്കോണമിക്കൽ സ്ട്രെങ്ത്തിനെ കാണിക്കാതെ വരികയും ചെയ്യും. റൈറ്റ്? അതുകൊണ്ടാണ് ജി ഡി പി പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. എന്താണ് ജി ഡി പി പെർ ക്യാപിറ്റ? ജി ഡി പി ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. സിമ്പിൾ. ജി ഡി പി പെർ ക്യാപിറ്റ ഓഫ് ഇന്ത്യ ഇസ് അറൗണ്ട് $2,256. $2,256 ജി ഡി പി പെർ ക്യാപിറ്റ, which is 139th in the world list. 139ാമതാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേൾഡ് ലിസ്റ്റിൽ എന്ത് നിൽക്കുന്നത്? ഇന്ത്യയുടെ ജി ഡി പി പെർ ക്യാപിറ്റ നിൽക്കുന്നത്. സോ ജി ഡി പി പെർ ക്യാപിറ്റ നോക്കിയിട്ടായിരിക്കണം പ്രോപ്പറായിട്ടൊരു എക്കോണമിക്കൽ സ്ട്രെങ്ത് ഒരു രാജ്യത്തിൻ്റേത് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. വീണ്ടും ഇന്ത്യ ഇസ് എ ഗ്രേറ്റ് കൺട്രി, ഇറ്റ് ഇസ് എമേർജിങ്, ഇറ്റ്സ് ഗ്രോയിങ്, ബട്ട് you have to understand where India is right now to make or to bring India to a very desirable position. അല്ല, അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ പെർ ക്യാപിറ്റ പ്രൈസിൽ 139th in the world list, and you have to understand that, you know, probably these people are creating anticipations, news things. അപ്പോൾ നമ്മളിത് ജി ഡി പി എന്താണെന്നും പെർ ക്യാപിറ്റ എന്താണെന്നും മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മൾ വായിക്കുകയും കാണുകയും ചെയ്യുന്ന ഇൻഫോർമേഷനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നു വരുന്നു റൈറ്റ് നൗ, റൈറ്റ്? So GDP per capita says everything, right? ജി ഡി പി എപ്പോഴും ഒരു ഫുൾ പിക്ചർ തരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ജി ഡി പി ഇസ് എ ഗ്രേറ്റ് മെട്രിക്സ് ഫോർ യു ടു മെഷർ ദി എക്കോണമിക്സ്. പക്ഷേ ഇറ്റ് ഡസൻറ്റ് ഓൾവേസ് ഗിവ് യു ദ ഗ്രേറ്റ് പിക്ചർ. ഞാൻ പറഞ്ഞുതരാം. പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ബേസിസിലാണ് കൂടുതൽ ജി ഡി പി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. റാദർ ഇറ്റ് ഹാവ് ലെസ് ഫോക്കസ് ടു സർവീസസ് ഓർ ഡിജിറ്റൽ ഇക്കോണമി. ആൻഡ് അഗെയിൻ ഞാൻ പറയുകയാണെങ്കിൽ എക്കോണമിക് ഇക്വാലിറ്റി ആൻഡ് വെൽബീയിങ് അത്ര മെഷറബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കൺഫ്യൂഷൻ. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, ജി ഡി പി ഒരു രാജ്യത്തിൻ്റെ വെൽത്തിനെ പറ്റി പറയും, പക്ഷേ ആ വെൽത്ത് ഈവൻലി ആണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ എക്കോണമിക്കൽ സ്ട്രെങ്ത് ജി ഡി പി കൊണ്ട് മാത്രം മെഷർ ചെയ്യാം എന്നുള്ളത് മൈറ്റ് ബി എ റോങ് ആറ്റിറ്റ്യൂഡ്, ഐ ഗെസ്. അതുപോലെ തന്നെ there is a lot of other factors which is excluded, like unpaid work, like charity has been excluded, pollution, so illegal activities, so അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും ജി ഡി പിയിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ there is a lot of economists bringing in a lot of alternatives for GDP, പക്ഷെ ഒന്നും തന്നെ ഇതുവരെ ലാസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജി ഡി പി for now is the greatest metrics for you to understand the real economics of a country, to measure the growth of a country, to understand the growth of a country. So with this particular session, I hope you got a very clear idea about how GDP works, what GDP is, GDP per capita എന്താണ്, ഒരു രാജ്യത്തിൻ്റെ എക്കോണമി മനസ്സിലാക്കാനുള്ളതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. If you have any questions regarding GDP or anything around finance, please drop it in the comments. I'll make sure I'll give the answers for that. And make sure you subscribe this channel. Thank you.